ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കീം വിദ്യാർത്ഥികളെ വെച്ച് നമ്മൾ തുടക്കം തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ ലൈവ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ബിടെക് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വളരെയധികം ശമ്പളമുള്ള പറ്റുമെങ്കിൽ 1 കോടി പാക്കേജിലൊക്കെ കയറണമെന്ന് അതിയായിട്ടുള്ള മോഹമുണ്ട്. അത് EC പഠിക്കുന്ന ആളായിക്കോട്ടെ, CS പഠിക്കുന്ന ആളായിക്കോട്ടെ, ഇനി ഇലക്ട്രിക്കലോ സിവിലോ ആയിക്കോട്ടെ, എല്ലാവരുടെയും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലൈഫ് ഒന്ന് സെറ്റിൽ ആകുക. നിങ്ങൾ ബിടെക് ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ 22-21 വയസ്സിനകത്തേ ആവുള്ളൂ. അപ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി നല്ലൊരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു NBA അക്രഡിറ്റേഷൻ വേണമോ, നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിന്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതിലെല്ലാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കരിയർ അഡ്വൈസും ഞങ്ങൾ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കേരളത്തിലെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം ഈ പറയുന്ന ബഹിരാഷ്ട്ര കമ്പനികൾ, MNCകളും അതുപോലെ തന്നെ ടോപ്പ് കമ്പനികളൊന്നും വന്ന് നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ റോയൽ എൻഫീൽഡ് പോലും വന്ന് പ്ലേസ്മെന്റ് ചെയ്ത് കമ്പനിക്ക് ആൾക്കാരെ എടുക്കുന്നില്ല. അതൊന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ഒരു കോളേജിൽ പോകുമ്പോൾ അവർ തരുന്ന പാക്കേജ് നോക്കുമ്പോൾ അവർ മെയിനായിട്ട് ആ കോളേജ് നോക്കും, കോളേജിന്റെ എക്കോസിസ്റ്റം നോക്കും, കോളേജിന്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കും, കോളേജിന്റെ റാങ്കിങ് നോക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, സെൽഫ് ഫിനാൻസിംഗിൽ നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു സാധാരണ സെൽഫ് ഫിനാൻസിങ് കോളേജുകാർക്ക് ചിലപ്പോൾ സിവിൽ ബാച്ചുകാർക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് LPA ലാക്ക് പെർ ആനം എന്ന് പറയുന്നത് ഒരു പക്ഷേ 6 or 5 അതിൽ കുറവായിരിക്കും. പക്ഷെ അതേസമയം CET പോലുള്ള അല്ലെങ്കിൽ ഒരു ടോപ്പ് ആയിട്ടുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവിടെ വരുന്ന ഒരു ആവറേജ് കമ്പനി പോലും, ഒരു ആവറേജ് പ്ലേസ്മെന്റ് പോലും നിങ്ങൾക്ക് ഒരു 10 ലക്ഷം 11 ലക്ഷം രീതിയിൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ 2025 സിനാറിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് തരാൻ കാപ്പബിൾ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് 1 കോടി ശമ്പളത്തിലൊക്കെ നിങ്ങൾക്ക് ജോബ് കിട്ടും എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും, അത് EEE ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, അതല്ല EC CS പോലുള്ള ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിക്കോട്ടെ, സ്റ്റിൽ 1 crore പാക്കേജ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അത് കിട്ടിയിട്ടുമുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ സാധാരണ 4 വർഷം പഠിക്കുന്ന ബിടെക് മതിയാകില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ബിടെക് പഠിക്കുന്നതിനോടൊപ്പം ലാസ്റ്റ് സെമസ്റ്റർ ഒരു 8-7 സെമസ്റ്റർ സമയത്താണ് സാധാരണ പ്ലേസ്മെന്റ് ടോക്കിനും പ്ലേസ്മെന്റ് കമ്പനികൾക്ക് ഇന്റർവ്യൂവിനും നിങ്ങൾ ഇരിക്കുന്നത്. അവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് ബാക്ക് പേപ്പർ ഇല്ല എന്നുള്ളതാണ്. ഇൻ കേസ് ബാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തിട്ടുണ്ടോ എന്നാണ്. അതുകൂടാതെ നിങ്ങളുടെ ഈ ഒരു ബിടെക്കിനോടൊപ്പം നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സ്കില്ലുകളാണ് അക്യൂർ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, CS പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിന്റെ എന്തൊക്കെ വർക്ക്ഷോപ്പുകൾ ചെയ്തു, ഇന്റേൺഷിപ്പ് ചെയ്തു, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, ഗൂഗിൾ ക്ലൗഡിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഷീൻ AI ബേസ്ഡ് എന്തെങ്കിലും നിങ്ങൾ ഒരു ലൈവ് ഈവന്റിൽ പങ്കെടുത്തിട്ടുണ്ടോ, കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടോ, അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്ലേസ്മെന്റിന് മുന്നാകെ ഹാജരാക്കുകയാണെങ്കിൽ ദേ വിൽ ഫൈൻഡ് എ വാല്യൂ ഓൺ യു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ സാധാരണ ഒരു പഠിച്ച് നല്ല ഹൈ മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയെ പരിഗണിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദേ വിൽ ഫൈൻഡ് you like he's a capable man, he's capable of doing such kind of things in AI or machine learning. അതെന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആണ്. സോ they will offer you better package. സാധാരണ ഒരു വിദ്യാർത്ഥിയെ കൊടുക്കുന്നത് ഒരു 30 ലക്ഷത്തിനകത്താണെങ്കിൽ 64-ലേക്കും 1 കോടിയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കാൻ തരത്തിലൊരു കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ they will definitely offer you. അപ്പോൾ ആ രീതിയിലൊരു സ്കില്ലാണ് 4 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ എടുക്കുന്ന ബ്രാഞ്ച് ഒരിക്കലും നിങ്ങൾക്ക് പണി തരില്ല. പക്ഷെ നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും ആ ബ്രാഞ്ചിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഈ ഒരു 4 വർഷം കൊണ്ട് കോളേജ് ലൈഫിൽ തന്നെ അക്യൂർ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ബി ഹോപ്പ്ഫുൾ ഗൈസ്. എല്ലാവിധ സംശയങ്ങൾക്കും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള പ്ലേസ്മെന്റ് സപ്പോർട്ടിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. കുറച്ച് പ്ലാനുകളും ഉണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം ജോബും ഡ്രീം കമ്പനിയും കൂടി അറിയാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക.